You are my sweet, sweet thought. You are my sweet, sweet dream. You are my love, love, love. ഞാൻ കലാഭവനിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ കോട്ടയത്തുള്ള ഹക്കീം ആൻഡ് റൗത്തർ എന്ന് പറഞ്ഞ 2 മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു, ദാസ് സാറ് എറണാകുളം BTHൽ വന്നിട്ടുണ്ട്, ഒരു കച്ചേരിക്ക് വേണ്ടി വന്നതാണ്, വിത്ത് ഫാമിലി ഉണ്ട്, നമുക്ക് പോയി കാണാം, ഇഫ് യു ആർ റെഡി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഡാഡി മമ്മി എല്ലാവരും കൂടി ഞങ്ങൾ വന്ന് BTHൽ ചെന്ന് സാറിനെ കണ്ടു. അപ്പോൾ ദാസ് സാറിനെ കണ്ടു. അന്ന് പ്രഭ ചേച്ചിയുണ്ട്, 3 കുട്ടികൾ, മക്കൾ 3 പേരുണ്ട്, അവരൊക്കെ കൊച്ചു കൊച്ചു കുട്ടികളാണ്. അപ്പോൾ ഹക്കീമിനോട് പറയുന്നുണ്ടായിരുന്നു, പ്രഭ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, കുട്ടിയുടെ അടുത്ത് ഒരു പാട്ട് പാടാൻ പറയൂ എന്ന് പ്രഭ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചിരിക്കുമ്പോൾ ഈ പാട്ട് ഞാൻ പാടിയതെന്ന്. അപ്പോൾ ദാസ് സാറ് അതുവരെയും ഇങ്ങനെ കൂടുതലായിട്ടൊന്നും ഇൻട്രാക്ട് ചെയ്തില്ല. ആഫ്റ്റർ ദാറ്റ് ഹീ ടോൾഡ് മീ, ഓക്കെ ഒരു കാര്യം ചെയ്യൂ, കർണാട്ടിക് എന്തെങ്കിലും കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കലാഭവനിൽ KK ആൻ്റണി മാസ്റ്ററാണ് എൻ്റെ ഗുരു, ഞാനവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ ബെറ്റർ യു ഗോ ടു എന്താണ് തരംഗനിസരയിൽ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്താണ് എന്നോട് പറഞ്ഞത്, നീ വിമൻസ് കോളേജിൽ പോയി ഡിഗ്രി എടുക്കാൻ പറഞ്ഞു. കോളേജിൽ പോയി ഡിഗ്രി എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നത്. അങ്ങനെയാണ് ഞാൻ വിമൻസ് കോളേജിൽ ഇൻ്റർവ്യൂവിന് ചേർന്നു. ഇൻ്റർവ്യൂ പാസ്സായി. ഓമനക്കുട്ടി ടീച്ചർ എനിക്ക് അഡ്മിഷൻ തന്നു. അങ്ങനെ ഞാൻ വിമൻസ് കോളേജിൽ പാടാൻ ചേർന്നു, പഠിക്കാൻ ചേർന്നു. അവിടുത്തെ കോളേജിൽ എല്ലാം ഫങ്ഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവിടുത്തെ ഗോൾഡൻ വേവ്സ്, പിന്നെ അജന്ത ഓർക്കസ്ട്ര, അങ്ങനെ ഒരുപാട് ഓർക്കസ്ട്രയിലൊക്കെ പിന്നീട് പാടാൻ തുടങ്ങി. പിന്നെ ദൂരദർശൻ്റെ വർക്ക്, പിന്നെ ഒത്തിരി തരംഗിണിയുടെ വർക്കുകൾ. പിന്നെ അങ്ങനെ എൻട്രി ചെയ്താണ് മോഹൻ ചേട്ടൻ എനിക്ക് പുത്തിരിയംഗം എന്ന് പറഞ്ഞൊരു ഫിലിമിലേക്ക് ഒരു വർക്ക് തന്നു, ഒരു സോളോ സോങ് തന്നു. അത് യാമം രജനിയാമം അങ്ങനെ ഒരു സോങ് എനിക്ക് തന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഗണേഷ് ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞത്, ഒരു ഫിലിമിൻ്റെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവർ ഗോൾഡൻ വേവ്സ് കംപ്ലീറ്റ് എൻ്റെ വീട്ടിൽ ബോൾഗാട്ടിയിൽ വന്നിട്ട്, അപ്പോൾ എൻ്റെ കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന ടൈമാണ്. കല്യാണത്തിൻ്റെ തലേ ദിവസം ഇവരെല്ലാവരും കൂടെ അവിടെ വിസിറ്റ് ചെയ്തു, എനിക്ക് മെമെൻറ്റോ പ്രസൻറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് എനിക്ക് റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഓഫർ തന്നിട്ട് പോയി. അങ്ങനെ ആഫ്റ്റർ മൈ മാരേജ് ദ നെക്സ്റ്റ് ഡേ ഞാൻ തരംഗിണി സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടിയ പാട്ടാണ് ദാസ് സാറിൻ്റെ കൂടെ ഈ പാട്ട്. കന്യാകുമാരിലൊരു കവിത എന്ന് പറഞ്ഞ ഫിലിമിൽ വിനയൻ സാറിൻ്റെ ഡിറക്ഷനിൽ പാടിയത്. മ്യൂസിക് ഡയറക്ടർ കണ്ണൂർ രാജൻ മാസ്റ്ററാണ്. പിന്നീട് എന്തെങ്കിലും അവസരങ്ങൾ വന്നിരുന്നു? അവസരങ്ങൾ പിന്നെ തമിഴിലേക്ക് എനിക്ക് വന്നു. തമിഴിലേക്ക് വന്നത് എനിക്ക് മദ്രാസിലേക്ക് പോകാനായിട്ട്. അങ്ങനെയാണ് എനിക്ക് അമേരിക്കൻ ട്രിപ്പും എല്ലാം വന്നതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബിക്കോസ് പഠിക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ്. ദാസാറ് പറഞ്ഞല്ലോ എന്നോട്, ഇവിടെ വന്ന് മ്യൂസിക് മെയിൻ എടുത്ത് ഡിഗ്രിക്ക് ചേരൂ, പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിമൻസ് കോളേജിൽ വന്ന് ജോയിൻ ചെയ്ത്. ആ ഒരു ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ അമേരിക്കൻ ട്രിപ്പ് വരെ കളഞ്ഞു. അമേരിക്കൻ ട്രിപ്പിനും പോയില്ല. പിന്നെ എനിക്ക് തമിഴ്നാട്ടിലേക്ക് മദ്രാസിലേക്ക് എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നു. അന്ന് ഇളങ്കോയാണ് എന്നെ വന്ന് വിളിച്ചത്. ഇളങ്കോ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇളങ്കോ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ടൽമയ്ക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ എനിക്ക് എസ്കോർട്ട് വരാൻ ഒരാളില്ല മദ്രാസിന് പോകാൻ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അങ്ങനെ പോയില്ല. പിന്നെ അങ്ങനെ മദ്രാസിലേക്ക് ഞാൻ പോയില്ല. അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണോ പിന്നെ ഈ ഇന്ത്യ വിട്ട് പോയത്? കല്യാണം കഴിഞ്ഞ് അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ വേവ്സിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയവും ഇവിടുത്തെ ആക്ടിവിറ്റീസിലെല്ലാം ഭയങ്കര തിരക്കായിരിക്കുന്ന സമയവും തരംഗിണിയിലെല്ലാം വർക്കുകളെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് കല്യാണം നടക്കുന്നതല്ലോ. 1990 കല്യാണം നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേണുഗോപാലിൻ്റെ കൂടെ അന്ന് ഗാനമേളയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നു അന്ന് ഓർക്കസ്ട്ര. അത് കഴിഞ്ഞാണ് ഫൈനലി വേണുഗോപാലിൻ്റെ കൂടെ പാടുന്ന സമയമായിരുന്നു. അപ്പോൾ പിന്നെ ക്യാരിങ് ആയി, പിന്നെ അങ്ങനെ കുട്ടികളായി. പിന്നെ ഞാൻ 7 years ഐ വാസ് ഇൻ ചാലക്കുടി തന്നെ സെറ്റിൽഡായി. പിന്നെ എനിക്ക് ഹസ്ബൻഡിൻ്റെ വിസ വന്നു, ഞങ്ങളുടെ ഫാമിലി വിസ വന്നു. പിന്നെ അങ്ങ് പോയി ഞാൻ. പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് ഫസ്റ്റ് പ്രോഗ്രാം തരുന്നത് അവിടുത്തെ ജയറാമിൻ്റെ പ്രോഗ്രാമാണ്. ജയറാം പാർവതി
കല്യാണം കഴിച്ചിരിക്കുന്ന ടൈമാണ്. കല്യാണം കഴിച്ചിട്ട് ജയറാം പാർവതിയും കൂടെ അവിടെ വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് അന്ന് ഉണ്ണിമേനോൻ ജിയുടെ കൂടെ പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ മുഹമ്മദ് അസ്ലാം, അത് 2 ദിവസമായിട്ടാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ സ്കൂളിൻ്റെ പ്രോഗ്രാം അത്. കമുകറ പുരുഷോത്തമൻ സാറ്, പി സുശീല ദേവി ടീച്ചർ, പി ലീലാമ്മ, സി യു ആൻഡോ സാറ്, ഇവരുടെയൊക്കെ ഒരു ഗോൾഡൻ ഒരു ഓൾഡ് മെലഡി ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അതിലും പാടുമായിരുന്നു. ഉദയഭാനു സാറ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പിന്നെ ഞാൻ ചാലക്കുടിയിലേക്ക് സെറ്റിൽഡ് ആയത്. എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയി. പിന്നെ 2 കുട്ടികളായിട്ടുള്ള അവിടുത്തെ ലൈഫ് അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് വീസ തന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ബേറിനിലേക്ക് പോയി. ബേറിനിലേക്ക് പിന്നെ ഞാൻ പോയി അവിടെ ഒരു പ്രവാസിയായി തീർന്നു. അവിടെ ചെന്ന് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി, അവിടെ സ്കൂളിലേക്ക് ടീച്ചിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അങ്ങനെ അവിടെ ഞാൻ ടീച്ചിങ്ങും പ്ലസ് നമ്മളുടെ ഗാനമേള ഇതിലൊക്കെ അങ്ങനെയാണ് എന്താണ് നമ്മളുടെ ജയറാമും പാർവതിയും വന്ന സമയത്തുള്ള പാട്ടും ഗാനമേള. പിന്നെ ഉണ്ണിമേനോൻ ജിയുടെ കൂടെ ഞാൻ പാടിത്തുടങ്ങിയത് അവിടെ. അത് 1998 ബേറിനിൽ പാടിത്തുടങ്ങി. പിന്നെ അതിനുശേഷം ഉഷാ ഉതുപ്പ് വന്നു. ഉഷാജിയുടെ പ്രോഗ്രാമിന് അവിടെയും ബേറിനിൽ പാടി. പിന്നെ നല്ല തിരക്കായിരുന്നു ബേറിനിൽ. കുറേ നാൾ നല്ല ഗാനമേളയുടെ തിരക്കുകളും റെക്കോർഡിങ്ങുകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ 22 ഇയേഴ്സ് ഞാൻ ബേറിനിൽ. നാട്ടിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ മോൻ ഇവിടെ MBBS കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരു അത്യാവശ്യം നമുക്ക് മോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനും എല്ലാത്തിനുമായിട്ട് ഞാൻ ഇന്ത്യൻ സ്കൂൾ ബേറിൻ റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ വന്നിട്ട് 3 വർഷമായി. 22 ഞാൻ 2022 ഞാൻ ഇന്ത്യയിലേക്ക് പോന്നു. പിന്നെ അപ്പോൾ മുതൽ ഞാനിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോങ്ങുകൾ, പ്രോഗ്രാമും എല്ലാം വർക്കുകളായിട്ട് ഇങ്ങനെ. നാട്ടിലേക്ക് വന്നതിന് ശേഷം ഏതെങ്കിലും ട്രൂപ്പുകളിൽ പാടിയോ? കലാഭവനിൽ പാടി. കലാഭവൻ ഓർക്കസ്ട്രയിൽ പാടാൻ പോയിരുന്നു. അതിന് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് പോയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ട്രിവാൻഡ്രത്തുള്ളൊരു കൊല്ലം ഉള്ള ഓർക്കസ്ട്രകളിലൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി പോവുമായിരുന്നു. കന്യാകുമാരിയിൽ ഒരു കവിത എന്ന സിനിമയിൽ പാടിയ ശേഷം പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് യേശുദാസിനെ മറ്റോ കണ്ടിരുന്നു, കാണാൻ ശ്രമിച്ചിരുന്നു? ദാസാറിനെ ഞാൻ പിന്നെ ഇവിടെ ഇന്ത്യയിൽ വെച്ച് ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ബിക്കോസ് ഹീസ് ഇൻ അമേരിക്കാനോ, അവിടെയാണല്ലോ, ഡലാസിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളിവിടെ ഞാൻ ഈ സമം ഗ്രൂപ്പിൻ്റെ ചലച്ചിത്ര പിന്നണി ഗായകരുടെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം അത് ജോയിൻ ചെയ്ത സമയത്ത് ദാസാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ അത് രൂപീകരിച്ച സമയത്ത് 2018 വെള്ളപ്പൊക്കം, ആ ഫ്ലഡിൻ്റെ ടൈമിലായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെയാണ്. അവിടെ അന്നിൽ ഞാനിതിൽ ജോയിൻ ചെയ്തിട്ടില്ല. പിന്നീട് വന്നപ്പോൾ നമുക്കത് ബർത്ത്ഡേക്ക്, ദാസാറിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പാടിയിരുന്നു. അത് IMA ഹാളിലായിരുന്നു എന്ന് തോന്നുന്നു, കല്ലൂർ, നമ്മുടെ എറണാകുളത്ത്. അവിടെ വെച്ചായിരുന്നു. അതിൻ്റെ കഴിഞ്ഞ മുമ്പത്തെ വർഷമായിരുന്നു ആ ഒരു ചടങ്ങിന് ഞാൻ പാടിയിരുന്നു. അപ്പോൾ പ്രഭ ചേച്ചിയും അവർ ഫാമിലി, ദാസങ്ങളുടെ ഫാമിലി എല്ലാം ഓൺലൈനായിട്ട് വന്നു. സ്ക്രീൻ കംപ്ലീറ്റ് പ്രസൻ്റ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഗാനങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കന്ന് പാടാൻ തോന്നിയത് ദാസാറിൻ്റെ തന്നെ ഒരു പാട്ട്, കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ, കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. കന്യാകുമാരിയിൽ ഒരു കവിത എന്ന സിനിമയിൽ പാടിയെങ്കിലും പക്ഷേ ആ പാട്ട് സിനിമയിൽ വന്നില്ല. അതുകൊണ്ട് തന്നെ പ്ലേബാക്ക് സിംഗർ എന്ന രീതിയിൽ ആളുകൾ അറിഞ്ഞില്ല. അത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? അത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ വർക്ക് നടക്കുന്നത് തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ. ഞാൻ പിറ്റേ ദിവസം വന്നിട്ട് ഹസ്ബൻഡുമായിട്ട് വന്നിട്ട് തരങ്ങണി സ്റ്റുഡിയോയിൽ വന്നിട്ട് ഞാൻ ഈ പാട്ട് വന്ന് പാടിയിട്ട് പോയി. പക്ഷേ ഇവരത് ആഫ്റ്റർ ദാറ്റ് അവരെന്താണത് ചെയ്തതെന്നോ ഫിലിമിലേക്ക് ഇത് എടുത്തോ
അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും അതവർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ എൻ്റെ തിരക്കിലായിപ്പോയി, കല്യാണത്തിൻ്റെ തിരക്കിലായിപ്പോയി. പിന്നെ ഞാൻ ഗൾഫിലേക്ക് പോയി, ബഹ്റിനിലേക്ക് പോയി. അവിടെ പോയി എൻ്റെ ഫാമിലിയായിട്ട് അവിടെ ഞങ്ങളങ്ങനെ പ്രവാസ ജീവിതം ഇങ്ങനെ നടത്തുന്നുണ്ട്. അതിനിടയ്ക്ക് എനിക്കിതൊന്നും ആ ഫിലിമിലെ പ്ലേ ബാക്കിംഗ് സിംഗിലേക്ക് പിന്നെ എനിക്ക് തിരിച്ച് വരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനോ അതിന് അന്വേഷിക്കാനോ ഒന്നും എനിക്ക് പോകാനായിട്ട് ഇന്ത്യയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അറിയുന്നില്ല. ഈ പാട്ട് പിന്നീട് ഒരു ആവശ്യം വന്നപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ മൂവി തന്നെ ഞാൻ കാണുന്നത് ലോങ് ഇയർ ആഫ്റ്റർ എന്ന് വെച്ചാൽ അങ്ങനെയാണ് എനിക്കിത് സത്യം മനസ്സിലാവുന്നത്. ഈ സീൻ കൊടുത്തിട്ടില്ല എന്നുള്ളത്. പാട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റാണ്. യൂട്യൂബിൽ ചെമ്പകപ്പൂവിൻ്റെ പിക്ചേഴ്സ് ഇട്ടിട്ട് ദാസാറിൻ്റെ പിക്ചറും ഇട്ട് എല്ലാം ഭയങ്കര ഇതായിട്ട് കാണാം. നമുക്ക് യൂട്യൂബിൽ എവിടെ നോക്കിയാലും എൻ്റെ ഈ പാട്ട് കാണാം. പക്ഷെ ഞാനാണിത് പാടിയിരിക്കണമെന്നും പിന്നെ ദാസാറിന് കൂടി ഇത് ഞാനാണ് പാടിയിരിക്കണമെന്നും ഈ ഫിലിമിലേക്ക് ഞാൻ പാടിയിട്ടുണ്ടെന്നും ആർക്കും അറിയില്ല. ബിക്കോസ് ഇന്ത്യയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് തിരിച്ചറിഞ്ഞതിന് ശേഷം ചോദിച്ചിരുന്നോ എന്തുകൊണ്ടാണ് ഈ പാട്ട് ഉപയോഗിക്കാതിരുന്നത് എന്നുള്ളത്? അത് ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് വന്നത്, എൻ്റെ അടുത്ത് തന്നത് ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ ഗണേഷ് കുമാറാണ്. ഗണേഷ് ചേട്ടനാണ് നമുക്കിവിടെ എല്ലാവരെയും റെക്കോർഡിങ്ങിന് വിളിക്കുന്നവർ. ഈവൻ ചിത്രനെ വരെയും ആദ്യം ബിഗിനിങ് ടൈമിലൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കാനും റെക്കോർഡിങ്ങിനൊക്കെ വിളിക്കാനൊക്കെ ഗണേഷ് ചേട്ടനാണ് പോയിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്നെയും വിളിക്കാൻ വന്നിരുന്നു ഞാനിവിടെ ഗാനമേളയ്ക്ക് പാടുമ്പോൾ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഗണേഷ് ചേട്ടൻ പറഞ്ഞു അത് എന്തുകൊണ്ടാണ് ഫിലിമിലേക്ക് ആ സോങ് വരാതിരുന്നതെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അത് പല കാരണങ്ങളും ആയിരിക്കണം. പക്ഷെ എനിക്കതിപ്പോൾ പറയാൻ ഇത്തിരി അത് ബുദ്ധിമുട്ടുണ്ട്. എനിക്കതിൽ സങ്കടമുണ്ട്. ബിക്കോസ് നമ്മളൊരു പാട്ട് പാടുന്നതിൽ ഒരു വരി പാടിയാലും 4 വരി പാടിയാലും ഒരു ഹമ്മിങ് പോലും പാടിയാലും സൂപ്പർ ഹിറ്റ് ഗാനമാണെങ്കിൽ അത് നമ്മുടെ ഒരു ലൈഫ് മുന്നോട്ട് നമ്മളെ എത്തിക്കും. പക്ഷേ അതിനെനിക്ക് ഞാനിവിടെ ഔട്ട് ഓഫ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കണം ഞാനത് അന്വേഷിക്കാൻ ആള് നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ അത് അറിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ഇനി എനിക്ക് ആ പാട്ട് ഒന്നുകൂടി അതിൻ്റെ വിഷ്വലൊന്ന് വരുത്താനായിട്ടൊന്ന് എനിക്ക് വിനയൻ സാറിനെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. വിനയൻ സാറിനോട് സംസാരിക്കണം എന്നുണ്ട്. അത് എനിക്ക് പാടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒന്നില്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് എടുക്കാനുള്ളൊരു കപ്പാസിറ്റി നമുക്കത് സാറുമായിട്ട് സംസാരിക്കണം എന്നുണ്ട്. അതിനൊക്കെ ഒത്തിരി ഇതൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഏത് ഫിലിമിലേക്ക് നമുക്കിനി അങ്ങനെയൊന്നും എടുക്കാനൊന്നും നമുക്ക് ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ നമുക്കൊരു ഫിലിമിലേക്ക് എന്നല്ല, അല്ലാതെ തന്നെ നമുക്കൊരു സീൻ ആയിട്ട് അത് എടുക്കാനോ ഒരു റീലായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഒരു കവർ സോങ് ആയിട്ട് എടുക്കാനോ അല്ല ആരെങ്കിലും ആക്ട് ചെയ്തിട്ട് എടുക്കാനോ നമുക്ക് ഏത് കാറ്റഗറിയിൽ വേണമെങ്കിൽ അത് ഏത് ട്രയലിൽ വേണമെങ്കിലും എടുക്കാം. പക്ഷെ അതൊന്ന് വിനയൻ സാറിനെ ഞാൻ കണ്ടിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുകയാണ്. എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ആ പാട്ടൊന്ന് വിഷ്വലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് സാറിൻ്റെ സഹായം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് കാണുവാണെങ്കിൽ എനിക്ക് അതിനുവേണ്ടി ഒരു സജഷൻ തരിക എന്നാണ് എനിക്ക് പറയുന്നത്. വിനയൻ സാറിനെ കാണാനുള്ള ഒരു ഏർപ്പാടുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം കണ്ടിട്ട് ഈ കാര്യങ്ങൾ പറയും, എന്താണ് ആ സിനിമയിൽ സംഭവിച്ചതെന്ന് പറയാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കാം. ഒരു പ്രാവശ്യം ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. സാർ ഞാൻ സാറിൻ്റെ ഡയറക്ഷനിൽ ഈ കന്യാകുമാരിലെ കവിതയിൽ ദാസാറിൻ്റെ കൂടെ പാട്ട് പാടിയ ആളാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അറിയാം ടെൽമേ അറിയാം എന്ന് പറഞ്ഞു. പിന്നീട് അത് ഷൂട്ട് ചെയ്തോ എന്താ എനിക്കൊന്നും കറക്റ്റ് റീസൺ അറിയില്ല. വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ ആയിരിക്കണം. അതിൽ സങ്കടമുണ്ട്. ഇനിയും ആ പാട്ട് എനിക്ക് ഹിറ്റായതിൽ എനിക്ക് സന്തോഷമുണ്ട്. കലാഭവനിൽ പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ കാരണം? കലാഭവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഫാദർ ഏബിൾ CMI ഇതിലുള്ള ഫാദറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുർബാനയ്ക്ക് പാടണമായിരുന്നു. അതിൻ്റെ ലിറ്റർജിക്കൽ വർക്ക് മുഴുവൻ കലാഭവൻ അവിടെ സ്റ്റുഡിയോയിലായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. പിന്നെ കലാഭവൻ്റെ ഫിലിമിൽ
കലാഭവൻ്റെ ഫിലിമിലും പാടിയിട്ടുണ്ട്. കലാഭവൻ വന്ന ഫിലിമൊക്കെ എടുത്തിരുന്നു, ആ സമയത്ത് പാടിയിട്ടുണ്ട്. ചക്രവാളങ്ങൾ എന്ന് പറഞ്ഞൊരു ഫിലിമിലേക്ക് അന്ന് ഞാൻ പാടിയിരുന്നു, അതൊരു മാതാവിൻ്റെ പാട്ടായിരുന്നു. പിന്നെ കുറേ കാസറ്റ് വർക്ക് അന്ന് ഒത്തിരി ചെയ്തിരുന്നു. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് ഈ കുരിശിൻ്റെ വഴി എന്നുള്ള ഒരു ഇതാണ്. കുരിശിൻ്റെ വഴി, കുരിശിൽ മരിച്ചവനെ കുരിശാലെ വിജയം വരിച്ചവനെ മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിൻ്റെ വഴി വരുന്നു ഞങ്ങൾ. ഈ ലൈൻസ് 82 എഡിഷനിലുള്ള ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. ഞാനത് പാടാൻ വേണ്ടി പഠിച്ചത് ദാസാറ് സ്കൂളിൽ പാടി വെച്ചിരിക്കുന്ന സോങ് കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അന്ന് ദാസാറ് കലാഭവനിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. എൻ്റെ കുട്ടിക്കാലത്ത് ദാസാറ് കലാഭവനിൽ പോകുന്നതിന് മുൻപ് അത് പാടി വെച്ചിരുന്നു സ്കൂളിൽ, അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കേട്ടാണ് ആ സോങ് പഠിച്ചത്. 1976-77 ആ ടൈമിലൊക്കെയാണ് എൻ്റെ ഡാഡി ഉഷാദുപ്പ് വഴി എന്നെ കലാഭവനിൽ എത്തിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ദാസാർ ഉണ്ടല്ലോ, കലാഭവനിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് ദാസാറ് ഈശ്വരനെ തേടി ഞാൻ നടന്നു, അന്നൊക്കെ ക്രിസ്ത്യൻ ഡിവോഷനിൽ ഇറക്കുന്ന സമയമാണ്. ആ സമയത്ത് ഫാദർ ഏബലിൻ്റെ പാട്ടുകൾ ഇറക്കുന്ന സമയമാണ്, കെ ആൻ്റണി മാസ്റ്ററിൻ്റെ പാട്ടുകൾ. പരിശുദ്ധാത്മാവെ നീഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ഈ പാട്ടൊക്കെ ഇറക്കിയത് ദാസാർ അവിടെ ഉള്ള സമയത്താണ്. അപ്പോൾ ദാസാറിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ എൻട്രി ചെയ്യുന്നത്. ബേണി എൻ്റെ കൂടെ ഗിറ്റാറിസ്റ്റായിരുന്നു കലാഭവനിൽ. അപ്പോൾ ബേണിയും ഞങ്ങൾ ഓർക്കസ്ട്രയും കൂടി എല്ലാം കൂടി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെയിൽ സിംഗറായിട്ട് വന്നിരുന്നത് ബിജു നാരായണനാണ്. അപ്പോൾ അവിടെ അതൊക്കെ ഒരു ബേണിയുടെ ഓൺ ഷോസായിരുന്നു. അന്ന് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു എൻ്റെ മ്യൂസിക് കമ്പോസിങ്ങിൽ ഞാൻ എന്താണ് ബിജു നാരായണൻ ബേറിൽ വന്ന സമയത്ത് ഞങ്ങളൊരു ടീം ഇങ്ങനെ ഒരു കാസറ്റ് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സോങ് ഞാൻ അതിലേക്ക് എടുത്തു. അത് പരിശുദ്ധ റൂഹായി സ്വർഗം തുറന്നു വരേണേ എന്നെന്നു നിന്നിൽ വസിക്കാൻ നിന്റെ ദാനങ്ങൾ എന്നിൽ നിറയ്ക്കാൻ. ഇത് ഒരു ഫീമെയിൽ വെർഷനും ബിജു നാരായണൻ്റെ ഒരു മെയിൽ വെർഷൻ ഞാൻ എടുത്തു. എൻ്റെ മ്യൂസിക് കമ്പോസിങ്ങിൽ ഓൺ കമ്പോസിഷനായിരുന്നു അത്. അങ്ങനെയാണ് ബിജു നാരായണനെ കൊണ്ട് ഞാൻ ആ പാട്ട് പാടിപ്പിച്ചത്. വളരെ പ്രശസ്തമായ കലാകാരിയാണ് സുധാ ചന്ദ്രൻ. സുധാ ചന്ദ്രനുമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഉഷാ ഉതുപ്പ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. എങ്ങനെയാണ് സുധാ ചന്ദ്രനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്? വീണ്ടും സുധാചന്ദ്രൻ ബേറിനിലേക്ക് വന്ന് ഞങ്ങൾ എപ്പോഴും കാണുകയും സംസാരിക്കുകയും അടുത്ത് ഇടപഴകാനുള്ള എല്ലാ സ്നേഹവും നമ്മളോട് കാണിക്കുന്നതുകൊണ്ട് നല്ലൊരു ബന്ധം ഇപ്പോഴും സുധയായിട്ട് എനിക്ക് ഉണ്ട്. എപ്പോൾ കണ്ടാലും വളരെ സ്നേഹത്തോടു കൂടി ഞാനുമായിട്ട് ഇടപഴകാറുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് സുധയായിട്ട്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇനിയുള്ള ജീവിതം ഗാനങ്ങളുമായി മാത്രം കഴിയാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ല അഭിനയ ജീവിതത്തിലേക്ക് വരാൻ ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചതായി കണ്ടു. എന്താണ് അതിൻ്റെ ഭാവി പ്രവർത്തനം? അതിൻ്റെ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ഡാഡിയിൽ നിന്ന് തന്നെ ഉള്ള ഒരു പ്രചോദനം എനിക്ക് ഉള്ളത് കൊണ്ടായിരിക്കണം, എൻ്റെ ബ്ലഡിൽ എനിക്കതുണ്ട്. എനിക്ക് ആക്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. ഞാൻ നാട്ടിലായാലും ബഹ്റിനിലായാലും അവിടെ കേരള സമാജത്തിൻ്റെ നാടക ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബഹ്റിനിലെ സേക്രഡ് ഹാർട്ട് ചർച്ചിന് വേണ്ടിയിട്ടുള്ള നാടകത്തിൽ ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിലിമിലേക്ക് ഇടയ്ക്കൊന്ന് ഞാൻ ഒരു ഫിലിമിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്, ഒരു ചെറിയൊരു മുഖം കാണിക്കാനൊക്കെ പോയിട്ടുണ്ട്. അത് കമലഹാസനൊക്കെ ഉള്ളൊരു മൂവിയായിരുന്നു, പണ്ടാണ്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആയിരുന്നു അത്. അപ്പോൾ അതിൽ താല്പര്യമുണ്ട്, ആക്ട് ചെയ്യാനൊക്കെ ഇപ്പോഴും താല്പര്യമുണ്ട്. എന്താ പറയുക, നമ്മളെ ഇപ്പോൾ ഒത്തിരി TV സീരിയൽസും അതും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ
ഡാഡിയുടെ ഒരു പാരമ്പര്യം ഉള്ള ആ ഒരു ഇതിലേക്ക് തന്നെ എനിക്ക് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ പാട്ടും ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത് ചലച്ചിത്ര പിന്നണി ഗായകരുടെ മലയാളം അസോസിയേഷന് ഉള്ളിലുള്ള നമ്മളുടെ ആ ഗ്രൂപ്പിലുള്ള സെക്രട്ടറി, പ്രസിഡൻറ്റ്, നമ്മളുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനോട് എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എന്ന് വെച്ചാൽ അവരാണ് എനിക്കിപ്പോൾ അതിലേക്കൊരു എൻട്രി തന്നതും എനിക്ക് മെമ്പർഷിപ്പ് തന്നതും. ആ ഗ്രൂപ്പിൽ ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇനി കൂടുതലായിട്ട് അവരുമായിട്ട് എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും കൂടുതൽ അവസരങ്ങളിൽ കിട്ടുവാനും പാടുവാനും നല്ല നല്ല ഷോകൾ ചെയ്യുവാനും പിന്നെ ദാസാറിൻ്റെ ബർത്ത്ഡേ കൂടുതൽ അവസരങ്ങളൊക്കെ നമുക്ക് ഇനി ദാസാറിനെ കാണണം, ദാസാറിൻ്റെ ബർത്ത്ഡേക്ക് പാടണം. അതുപോലെ തന്നെ ഒരുപാട് ഷോസ് അവർ ചെയ്യുന്നുണ്ട് എല്ലാ മ്യൂസിഷ്യൻസിൻ്റെയും പിന്നെ ഫിലിം ഫീൽഡിലുള്ള എല്ലാ ഡയറക്ടേഴ്സിൻ്റെ ആയാലും എല്ലാ മേഖലയിലുള്ള എല്ലാവർക്കും അവർ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്നതിന് ഞാൻ അവരോടെല്ലാവരോടും നന്ദി പറയുകയാണ്. എന്തായാലും ഇനിയുള്ള ജീവിതം പുതിയ പാട്ടുകളുണ്ടാവട്ടെ, സിനിമയിൽ പുതിയ പാട്ടുകളുണ്ടാവട്ടെ, മറ്റ് രംഗങ്ങളിൽ അഭിനയത്തിലും മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണിത്. ത്രൂ മീഡിയയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ. ജിതേഷ് ദാമോദർ JD സിംഫണിക്ക് എൻ്റെ അകമഴിഞ്ഞ എല്ലാ ആശംസകളും വിഷസും. ഏറ്റവും കൂടുതൽ ഇനിയും സിംഫണിക്ക് JD സിംഫണിക്ക് വലിയ വലിയ വർക്കുകളെല്ലാം കിട്ടാനും വലിയ വലിയ ആർട്ടിസ്റ്റുകളുമായിട്ട് ഇടപഴകാനും ഇതുപോലെ ഇൻ്റർവ്യൂസ് അവർക്ക് കൊടുക്കുവാനും അവർ വലിയ മേഖലകളിലേക്ക് എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുമോദിക്കുന്നു. എല്ലാ ആശംസകളും.